ഹലോ, ഇന്നൊരു കുട്ടി ട്രാവൽ വ്ലോഗ് ആയാലോ? എല്ലാ മലയാളികൾക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം സുപരിചിതാവല്ലോ അല്ലേ? പണ്ടൊക്കെ പാലക്കാടിക്കൊക്കെ ട്രെയിനിൽ പോണ സമയത്ത് ഒരു മായ കാഴ്ച പോലെ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ ഒരു അമ്പലം കാണാറുണ്ടെങ്കിൽ പോലും ഇതുവരയ്ക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ കുറേ വീഡിയോസിൽ കണ്ടിട്ട് ഈ ഒരു ഫ്രെയിം ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായേ. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു മഴക്കാലത്ത് തന്നെ വരണമെന്ന് ഞാൻ പണ്ടേ ഉറപ്പിച്ചതാ. കാരണം ഒരു മഴ പെയ്ത് തുറന്നാൽ പിന്നെ ഉത്രാളിക്കാവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് കേട്ടിട്ടുണ്ട്. മഴ നനഞ്ഞ മണ്ണിൻ്റെയും കർപ്പൂരത്തിൻ്റെയും പകുതി കത്തിത്തീർന്ന വിളക്കിൻ്റെയും ഒക്കെ ഗന്ധമായിട്ട് ഈ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ദാ ദൂരേന്ന് റെയിൽവേ പാളത്തിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ കൂകി പാഞ്ഞു വരണം. ഒരു ചെറിയ ചാറ്റൽ മഴയും. എന്ത് രസാന്നറിയോ? അപ്പം നമ്മൾ വിചാരിക്കും നമ്മളിരിക്കണത് ലോകത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള സമാധാനമുള്ള സ്ഥലത്താണ്. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. മഴ പെയ്താൽ പിന്നെ ഈ ആൽത്തറയിൽ പോലും വെള്ളം നിൽക്കും കേട്ടോ. ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു 9:30 ആകുമ്പം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിയണത് രാവിലെ നേരത്തെ എത്താൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തൊഴാനും പറ്റും, പിന്നെ ഇവിടേക്ക് ഒന്ന് കാണാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി. ഉത്രാളിക്കാവിൻ്റെ ബോർഡൊക്കെ കണ്ട് വണ്ടി ഇതാ താഴെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ കണ്ട കാഴ്ചയെന്ന് അത് കാണിച്ചു തരട്ടെ. ഇതാണ് ഞങ്ങൾ ആദ്യം തന്നെ കാണുന്നത്. ഈ ആൽമരത്തിൻ്റെ ഇടയിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇതാ കാണാൻ പറ്റിയത്. എന്ത് രസമാണല്ലേ? അതും ചുറ്റിലും പാടും കൂടെ ആയപ്പം പറയണ്ട. അങ്ങനെ അതൊക്കെ കണ്ടു. ഇനി ഇതാണ് ഉത്രാളിക്കാവ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്താണ് ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. അകമല കുന്നുകളുടെ താഴ്വാരത്ത് ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പാടത്തിനിടയിലൂടെയുള്ള നടപ്പാതയും അമ്പലും ആൽത്തറയും പുറകിലൂടെ കൂകി വിളിച്ച് പായുന്ന ട്രെയിനും എല്ലാ മലയാളികളും കാണാൻ ആഗ്രഹിക്കുന്ന, അതും നമുക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സ്ഥലവും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഉത്രാളിക്കാവിനെ അഴകിൻ്റെ ഉത്രാളി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഉത്രാളിക്കാവിലേക്കുള്ള വഴി അഥവാ നടപ്പാത. ഈ നടപ്പാതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നടപ്പാതയ്ക്ക് ഇരുവശത്തും പച്ച വിരിഞ്ഞു നിൽക്കുന്ന ഒന്നാം തരം നെൽപ്പാടങ്ങളാണ്. മഴക്കാലമായാൽ പിന്നെ ഈ പാടത്തൊക്കെ വെള്ളം കയറി തുടങ്ങും. പിന്നെ ഇവിടേക്ക് അവിടെ എവിടെയായിട്ട് നീർച്ചാലുകളും ഉണ്ടാവും കേട്ടോ കുറേ. അതിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ ഈ പാതയിലൂടെ നടന്ന നേരെ എത്തുന്നതാണ് ഉത്രാളിക്കാവ് അമ്പലം. ഈ ഗോപുരവാതിൽ തുറന്ന് അകത്ത് ചെന്നാൽ പിന്നെ വലിയൊരു നടപ്പന്തലും ശ്രീകോവിലും പിന്നെ വലിയ അമ്പലവും കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ തൊഴുതു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ചു നേരം നമുക്ക് ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാമല്ലോ. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിട്ടോ. ഈ പാടവരമ്പും പിടിച്ച് അങ്ങനെ നടന്നു കുറേ നേരം. വരമ്പത്തൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളവും ചളുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും സമാധാനമൊക്കെ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. ഈ അമ്പലത്തിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്ന കുറേ കാഴ്ചക്കാരെയും എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പോലെ എൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആൽത്തറയ്ക്ക് പിന്നെയും മടങ്ങി. എന്നിട്ട് അവിടെ പോയിരുന്ന് ട്രെയിൻ കാണാൻ വേണ്ടി മാത്രം കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പം എപ്പോഴാ ട്രെയിനിൻ്റെ ഒരു ചൂളം വിളി കേൾക്കാമെന്ന് ഇവിടെ ഇരിക്കണ എല്ലാവരും നോക്കിയിരിക്കും. അങ്ങനെ ചൂളം വിളി കേട്ടു തുടങ്ങിയാൽ പിന്നെ ട്രെയിൻ കാണാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും നമുക്ക്. ഇതൊക്കെ കാണുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ഇതുവരെയ്ക്കും ട്രെയിനൊന്നും കണ്ടിട്ടില്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് ട്രെയിൻ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് അനുഭവിച്ചറിയണം. ഇവിടുത്തെ അമ്പലത്തിൽ രുദ്രമഹാകാളി ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. ഉത്രാളിക്കാവിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഉത്രാളിക്കാവ് പൂരവും ഇവിടുത്തെ വെടിക്കെട്ടും പിന്നെ ഇവിടുത്തെ വേലയൊക്കെ നല്ല പ്രശസ്തി ഉള്ളതാണ് കേട്ടോ. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പൂരം ഉത്രാളിക്കാവിലെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ പൂരം നടക്കുന്ന സമയത്ത് പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പാടത്ത് വെച്ചിട്ടാണ് ഇവിടുത്തെ വെടിക്കെട്ട് നടക്കാറുള്ളത്, അതും പൂരത്തിൻ്റെ അവസാന ദിവസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുക. അപ്പോഴേക്കും എൻ്റെ വിശപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളൊന്നും നോക്കിയില്ല, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു നല്ല ഗീ റോസ്റ്റും നല്ല ചൂട് ഉഴുന്നുവടയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിൽറ്റർ കോഫിയും കൂടെ കുടിച്ചു. എന്ത് രസമായിരുന്നു അറിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.